കോട്ടയത്തെ കൂരോപ്പടയിൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത സംഭവം. ശരിക്കും പറഞ്ഞാൽ കൂട്ടത്തോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഗൃഹനാഥനും മരിച്ച ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഇവരാരും തന്നെ ചികിത്സയിൽ രക്ഷപ്പെടുന്നില്ല എന്നതാണ് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ പറയണം. കോട്ടയത്തെ കൂരോപ്പടയിൽ കുടുംബത്തെ കൂട്ടത്തോടെ ആത്മഹത്യ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. ചികിത്സയിലായിരുന്ന അളാക്കുട്ടൻ മറ്റപ്പള്ളി ചിറ്റപ്പുറത്ത് വീട്ടിൽ തോമസ് എബ്രഹാം എന്ന ആ വ്യക്തിയാണ് ഇന്ന് പുലർച്ചെയോടെ മരിച്ചത്. തോമസിന്റെ ഭാര്യ ജോസ്ന, മകൾ മരിയ തെരേസ എന്നിവർ ഞായറാഴ്ച മരണപ്പെട്ടിരുന്നു. മകൻ അലൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. മണ്ണൂർ പള്ളി പൂവത്തിളപ്പ് റോഡിലെ മറ്റപ്പള്ളി ജംഗ്ഷനിൽ പ്രതാറ റോഡിനോട് ചേർന്ന വീട്ടിൽ വെച്ചാണ് അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന 4 കുടുംബത്തെ വിഷം കഴിച്ച ആത്മഹത്യ ശ്രമിച്ചതെന്ന് പറയുന്നു. ജൂലൈ 13-നായിരുന്നു ഈ സംഭവം. ജോസ്നയുടെ സഹോദരൻ ഫോണിൽ വിളിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് 4 പേരെയും അവശനിലയിൽ കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇവർ കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന കണ്ടെത്തൽ തന്നെയാണ് ഈ കേസിലെ സുപ്രധാന വഴിത്തിരിവും അതുപോലെ പ്രധാന കാര്യവുമായി മാറുന്നത്. കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നതായിട്ടാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും ബാധ്യതകളും സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ജോത്സ്ന സ്വകാര്യമായി ചിട്ടി നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു, അതും പറയപ്പെടുന്നുണ്ട്. കൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു ജോത്സ്ന. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോത്സ്നയ്ക്കും മരിയ തെരേസയ്ക്കും പിന്നാലെ തോമസും യാത്രയായി. കോട്ടയത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥനും മരിച്ചു. മകൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. അപ്പനും അമ്മയും സഹോദരിയും മരിച്ച വിവരം അറിയാതെ മകൻ ഇപ്പോഴും ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ നിൽക്കുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തും അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാസത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെയുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ആശുപത്രി അധികൃതരെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നുമുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ സങ്കടം പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയാണിത്. കാരണം എല്ലാവരും ഈ ഒരു അവസ്ഥയിൽ തന്നെ കടന്നു പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ വിഷമമാണ്. ഒരിക്കൽ നല്ലതുപോലെ ജീവിച്ചിരുന്ന, വളരെയധികം സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഇത്തരത്തിൽ സംശയവും വിഷമവും വരാറുണ്ട്.